നമസ്കാരം ഗൈസ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഇന്നലെ ഞാൻ ലാലേട്ടൻ്റെ ഒരു അടിപൊളി പ്രൊമോ കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. ആ പ്രൊമോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ തന്നെ ഓഹോ അപ്പം ഇപ്പം മനസ്സിലായി എന്നുള്ളൊരു സാധനം വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ഗെയിമേഴ്സിനെ, വാഴകളെ, കാടിറക്കുന്നവരെ ഒക്കെ അകത്ത് വച്ചിട്ട് നന്നായിട്ട് കളിക്കുന്നവരെ പുറത്താക്കിയാൽ നിങ്ങൾ തന്നെയാണ് കഷ്ടപ്പെടുക. ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് നിന്നാലേ ഗെയിമിൻ്റെ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. അതായത് ഒട്ടും കളിക്കാതെ സൈഡിൽ കൂടെ പോണവരെ ജസ്റ്റ് പേഴ്സണലി ഇഷ്ടം കൊണ്ടും മാത്രം അകത്ത് നിർത്താതെ അവരെയൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കളിക്കുന്നവർ അകത്ത് നിൽക്കട്ടെ എന്നുള്ളൊരു സംഭവം ലാലേട്ടൻ പ്രൊമോയില് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സോ ടിൽ സീസൺ വരെ ഉള്ളതിന്റെ ഒരു ഔട്ടാണ് സീസൺ 7 പ്രൊമോയിലൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഈവൻ പ്രൊമോയില് വന്ന പല കേസസിനെ ബേസ് ചെയ്തിട്ടുള്ള പഴയ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ടുള്ള റീൽസ് വരെ ഇൻസ്റ്റാഗ്രാമിൽ പൊട്ടി തുടങ്ങി. അപ്പം ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ക്രിയേറ്റേഴ്സ് അടക്കം ലാലേട്ടനടക്കം മനസ്സിലായി നന്നായിട്ട് കളിക്കുന്നവരെ പുറത്താക്കിയിട്ട് കളിക്കാതെ ജസ്റ്റ് ഇങ്ങനെ തുഴഞ്ഞു പോകുന്നവരെ പിടിച്ചകത്തിരുത്തിയിട്ടാണ് ഇത്രയും കാലത്തെ ഷോ പോയിക്കൊണ്ടിരുന്നതെന്ന് അത് വ്യക്തമായിട്ടും മനസ്സിലാക്കിയതിൽ ഏറെ വൈകിട്ടാണെങ്കിൽ പോലും ഒരു എക്സ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എന്റെ ഭാഗത്തുനിന്ന് വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ത്രൂ ദിസ് വീഡിയോ. കാരണം അത് മനസ്സിലാക്കിയല്ലോ, സൈഡിൽ കൂടെയാണ് പോകുന്നത്, ഇയാളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ചു തുടങ്ങിയവരും അവിടെ അകത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രഷർ ഇവിടെ പുറത്തിരുന്ന് കാണുന്നവർക്കോ കണാകുണാന്ന് കമന്റ് ഇടുന്നവർക്കോ അറിയില്ല. നിങ്ങൾ അതിന്റെ അകത്ത് ചെല്ലാത്തിടത്തോളം കാലം അതിന്റെ ഒരു അവസ്ഥ എന്താന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും തിങ്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്ന് പോലും ചിന്തിക്കാൻ പറ്റില്ല. ഫോണില്ല, ടാസ്ക് ഉണ്ട്, ഫൈറ്റ് ആണ്, ഫുഡ് കുറവാണെന്നൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. എന്നാൽ പോലും അതിന്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഉള്ളില് കാൽ ചവിട്ടുക തന്നെ വേണം. അല്ലാത്ത പക്ഷം പ്രേക്ഷകര് ഡിഫേർഡ് ലൈവ് കണ്ടിട്ടും ടിവിയിലുള്ള സെക്ഷൻസ് കണ്ടിട്ടും ഇടുന്ന കമന്റ്സ് ഒന്നും ഒരു രീതിയിലും എവിടെയും ലോജിക്കൽ അല്ല. കാരണം എന്ന് വെച്ചാൽ അതല്ല ശരിക്കും സത്യാവസ്ഥ. നിങ്ങൾ കാണുന്നതല്ല അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഔട്ട് ലാലേട്ടന്റെ വായന്ന് തന്നെ കേട്ടപ്പോ വളരെയധികം സന്തോഷമായി. സോ ഈ ഒരു എലിമിനേഷൻ റൗണ്ട്, ഈ ഒരു നോമിനേഷനിൽ ആര് ഔട്ട് ആകുമെന്നാണ് നിങ്ങളുടെ ഒരു ഇത്? വോട്ട് വൈസ്ലി, വോട്ട് വൈസ്ലി, വോട്ട് വൈസ്ലി. എനിക്ക് അത്രേ പറയാനുള്ളൂ. അനീഷിന്റെ മലയാളം എഴുതാനും വായിക്കാനും അറിയണം, എഴുതാനും വായിക്കാനും അറിയണം, എഴുതാനും വായിക്കാനും അറിയണം എന്ന് പറയണ പോലെ തന്നെ വോട്ട് വൈസ്ലി ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഷാനവാസ് ഈസ് ദർ, ഷൈത്യ ഈസ് ദർ, പിന്നെ നന്നായിട്ട് പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് ഗെയിം കളിക്കാത്തത് നെവിൻ ജസ്റ്റ് സ്റ്റാർട്ടഡ് ടു ഗെയിം രേണു. പക്ഷെ പലയിടത്തും കാണുന്നില്ല, ലിറ്ററലി ഞാൻ കാണുന്നില്ല പലയിടത്തും. രേണുവിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സംഭവത്തിനെ തട്ടി മാറ്റുന്നുണ്ടെന്നല്ലാതെ അവിടെ നടക്കുന്ന പല സംഭവങ്ങളും ഞാൻ രേണുവിനെ കാണുന്നില്ല. ഗ്രൂപ്പ് വൈസ് ആണെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നിടത്താണെങ്കിലും ഒന്നും രേണുവിനെ കാണുന്നില്ല. ഇന്നലെ തന്നെ രേണുവിനെ ടിവിയിൽ കണ്ടവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. സോ രേണുവിനും അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ളതാണ്. രേണുവും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ആരായിരിക്കും നിങ്ങളുടെ ഒരു പെർസെപ്ഷനിൽ ഗെയിം വേണ്ട മതി ഇനിയിപ്പോ ഇവൻ അങ്ങനെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. 21 ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമേ അയാൾ ഒരു ഗെയിമർ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം അതിലുള്ള ടൈമും പക്ഷേ ഏഷ്യനായിട്ട് കൊടുക്കാറില്ല. അതാണ് അതിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി. ഇപ്പൊ രതീഷ് ഏട്ടൻ തന്നെ 1 വീക്ക് കൊണ്ട് പുറത്തായത്. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ പെർസെപ്ഷനിൽ ആര് വോട്ട് കുറവ്, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, ആരാണ് ഔട്ട് ആവാൻ ചാൻസ് എന്നുള്ളത് കമന്റ് ചെയ്യുക. താങ്ക് യു.